मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ബണ്ണി എവിടേക്കാണ് പോയതാ? കൂട്ടുകാരെ കണ്ടോ, എനിക്ക് എന്താ കിട്ടിയെന്ന്? എന്താ വല്ല നിധിയാണ്? അല്ല, ഇതാണ്. നമുക്കിത് കാണാൻ എന്തായാലും പോണം. കാണാനല്ല, നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഫ്രീ സ്റ്റൈൽ കോമ്പറ്റീഷൻ ആണ്. കൊള്ളാം, എങ്കിൽ നമ്മളെ ജയിക്കുകയുള്ളൂ. എല്ലാവരും ഇടിച്ച് നിലം പരിശാക്കണം. ഫ്രീ സ്റ്റൈൽ ഗുസ്തി അല്ല, ഫ്രീ സ്റ്റൈൽ ഡാൻസ് കോമ്പറ്റീഷൻ. സംശയമുണ്ടോ? നമുക്ക് എൻട്രി എങ്ങനെയാണ് കിട്ടുക? കിറ്റി ഓർഗനൈസ് ടീമിലുണ്ട്, അവളോട് ചോദിച്ച് നമുക്ക് ഫോം വാങ്ങിക്കാം. വെറുതെ ഇരിക്കുന്നവൻ ജയിക്കില്ല, ജയിക്കുന്നവൻ വെറുതെ ഇരിക്കില്ല. വാ പോകാം. വെറും കൈയോടെ നമുക്ക് പോകാൻ കഴിയില്ല. എങ്കിൽ ഈ കുഷൻ നമുക്ക് കൈ പിടിച്ചോണ്ട് പോയാലോ? കഴുതേ, കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാം. അതെ, കിറ്റിക്ക് ജോർദാറിന്റെ പാചകം വളരെ ഇഷ്ടമാണ്. വേണ്ട വേണ്ട, നമുക്ക് ഡാൻസ് കോമ്പറ്റീഷനിൽ തന്നെ പങ്കെടുക്കാം. പാചക കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് എനിക്കറിയാം, ഞാനുണ്ടാക്കാം. അതിനോടൊപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ട. കൊള്ളാം, കിറ്റിക്ക് ഒരുപാട് സന്തോഷമാകും. ജോർദാറെ, വേഗം പോയി ഉണ്ടാക്ക്. കിറ്റി വീട്ടിൽ തന്നെ ഉണ്ട്. കിറ്റി, നീ സണ്ണിയുടെ പാർട്ട്ണർ ആയിരിക്കാണ്. നീ ഓർഗനൈസറാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓഹോ, ഞാൻ സണ്ണിയോടൊപ്പം പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവന്റെ പാർട്ട്ണറിന് കാലിന് ചെറിയൊരു പ്രശ്നം. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ എന്തെടുക്കാണ്? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൊറോട്ട കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ. നന്നായിട്ടുണ്ട്. ഇന്നെന്താ എനിക്ക് ട്രീറ്റ് തരാനുള്ള മൂഡ് വന്നത്? നീ ആദ്യം ഇത് കഴിച്ച് നന്നായിട്ട് സന്തോഷിക്കേ, എന്നിട്ട് ഞങ്ങളെ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കേ. കോഴ തരാൻ നോക്കുക. ഇവരുടെ അടുത്ത് വേറെ എന്ത് പ്രതീക്ഷിക്കാന്? ആഹാരം തന്ന് എല്ലാ കാര്യം നേടാൻ നോക്കുകയാണ് ഇവർ. ഇത് കോഴയൊന്നുമല്ല കിറ്റി, ഞങ്ങൾക്ക് ഇതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അവിടെ വന്ന് എന്താണ് ചെയ്യുക? നാഗിൻ ഡാൻസ് കളിക്കാൻ പോവാണോ? ഞങ്ങൾക്കും ഡാൻസ് കളിക്കാൻ അറിയാം. സംശയമുണ്ടോ? ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. എങ്ങനെ ജയിക്കും നിങ്ങള്? ജഡ്ജസിന്റെ പൊറോട്ടയും കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ചമ്മന്തിയും കൊടുത്ത് ജയിക്കുവോ? കിറ്റി, ഇവരെങ്ങാനും പ്രസന്റ് ചെയ്ത എല്ലാ ഓർഗനൈസറും നിന്നെ നോക്കി ചിരിക്കുക തന്നെ ചെയ്യും. അല്ല, ഇവര് ഡാൻസ് കളിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. കമോൺ കിറ്റി, ഇവർക്ക് ഡാൻസിന്റെ ബാലപാഠം പോലെ അറിയില്ല കിറ്റി. പറഞ്ഞ ഹണി, സാൽസ എന്ന് വെച്ചാ എന്താണ്? സോസ് വെച്ച് നല്ല സമൂസ കഴിക്കാം. കണ്ടല്ലോ, ഇതാണ് ഇവരുടെ കഴിവ്. ഇപ്പൊ മനസ്സിലായല്ലോ, ജയിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷനിൽ ഞങ്ങളെയും പങ്കെടുക്കാൻ അനുവദിക്ക്. എന്താ ഇത്ര പേടി? കാണിച്ചു തരാം. നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അല്ല, എന്താണ് പന്തയം? ഓക്കെ, നിങ്ങൾ ആര് ജയിക്കുന്നുവോ ഞാൻ അവരോടൊപ്പം ഡിന്നർ കഴിക്കും. ഓക്കെ, ചാലഞ്ച് അക്സെപ്റ്റഡ്. ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഗ്രൂപ്പില് ഫീമെയിൽ ഡാൻസർ ഇല്ല. ഞാനുണ്ട്. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ഇത് ബോക്സിംഗ് കോമ്പറ്റീഷൻ ഒന്നും അല്ല, ഡാൻസിന്റെ കോമ്പറ്റീഷൻ ആണ്. എനിക്ക് ഭരതനാട്യമൊക്കെ അറിയാം. അത് വെച്ച് എന്ത് ചെയ്യാനാ? ഡാൻസ് കളിക്കാൻ അറിയണം. കഴുതേ, ഭരതനാട്യം എന്ന ക്ലാസിക്കൽ ഡാൻസ് ആണടാ. സംശയമുണ്ടോ? നിക്ക്, ഞാൻ കാണിച്ചു തരാം. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്റെ ഭായ്, ഫീമെയിൽ ഡാൻസർ വന്നു കഴിഞ്ഞോ? ഉടൻ തന്നെ പ്രാക്ടീസ് തുടങ്ങിക്കോ. ഒന്ന് മതിയാക്ക്. ഡാൻസ് ഒന്നും നിങ്ങൾക്ക് ശരിയാവുകയില്ല. നിങ്ങൾ കലയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കോ? എന്റെ സമയം ഞാൻ വെറുതെ കളഞ്ഞ്. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല.
ചെല്ല് അവിടെ എങ്ങനെ മിണ്ടാതിരി. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ എന്തായാലും ഡാൻസ് ചെയ്യും സ്റ്റേജില്. നിനക്ക് വട്ടാണെന്ന് തോന്നുന്നു. സംശയമുണ്ടോ? ഇത് കണ്ടോ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഹോസ്റ്റായ ഡോക്ടർ ബാലുവിന്റെ നമസ്കാരം. നിങ്ങൾക്കേവർക്കും സ്വാഗതം. മീൻ പിടിക്കാൻ വേണ്ടത് വലയാണ്, ഡാൻസ് ഒരു കലയാണ്. അടികൈ. എടോ, കന്നയ്ക്ക് പകരം താമെന്ന് കവിത ചൊല്ലി ഞങ്ങളെ കൊല്ലാണോ? ഇവിടെ കിടന്ന് വിളഞ്ഞ ഇടിച്ച് ഞാൻ കൂമ്പുവാട്ടും. പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ കവിത കന്ന തന്നെയാണ് എനിക്ക് എഴുതി തന്നത്. ഇനി ഇതെനിക്ക് വേണ്ട. ഇനി ഞാൻ എന്റെ സ്റ്റൈലിൽ ആങ്കറിംഗ് ചെയ്യാം. എന്റെ സ്റ്റൈലാ. ഈ സ്റ്റൈല് കോപ്പി അടിച്ച് പലരും സ്റ്റൈല് കാണിക്കുന്നുണ്ട്. എല്ലാ സ്റ്റൈലിലും ഒരു സ്റ്റൈലുണ്ട്. ഷോ തുടങ്ങൂ. നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിനെ ഞാൻ വിളിക്കാം. എല്ലാവരും കൈയടിച്ചേ. ഇതാ എത്തിക്കഴിഞ്ഞു സ്റ്റൈൽ ഗ്രൂപ്പ്. കൈയടിക്കൂ. കമോൺ. മങ്കിസ്ഥാനിൽ നിന്നും തീൻ മങ്കീസ്, എലിപ്പുരിയിൽ നിന്നും എലിറാണി, അടുത്തതായി മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനും കഴിവുള്ളവനും സുമുഖനും സുന്ദരനുമായ നമ്മുടെ നാട്ടുകാരനുമായ ഡാൻസർ സണ്ണിയാണ്. അവന്റെ ഗ്രൂപ്പിന്റെ പേരാണ് ടെൻസിൽ സ്പാർക്ക്. ഗിവ് ഹിം എ ബിഗ് ഹാൻഡ്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ അവസാനത്തെ ഡാൻസ് ഗ്രൂപ്പ്, അതായത് ബണ്ണി ഗ്രൂപ്പ്, അതായത് ബാഡ് ബോയ്സ്. അടിപൊളി. നന്നായിട്ട് കൈയടിച്ചേ. വാവ്, അടിപൊളി. ഇതുപോലൊരു ഡാൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ജഡ്ജസ് പോലും മന്ദം വിട്ടിരിക്കുന്നു. ഇനി അടുത്തത് റിസൾട്ട് ആണ്. ജഡ്ജസ് ഇങ്ങോട്ട് വരൂ. സോറി, നിങ്ങൾ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എല്ലാവരും വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. പേടി മനസ്സിനെ ഒരുപാട് ദുർബലമാക്കും.
എല്ലാവരും സന്തോഷമായിരിക്കൂ. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. മനസ്സിൽ ഒരിക്കലും വിഷമം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ പ്രശ്നമായി തീരും. നമ്മൾ എന്നും വ്യായാമം ചെയ്തു വന്നാൽ ആരോഗ്യത്തോടെ ജീവിക്കാം. എന്തുകൊണ്ടെന്നാൽ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ പറയാം. അതെ, ഫുട്ടേജ് നശിപ്പിക്കാതെ വേഗം റിസൾട്ട് പറയേ. ഇന്നത്തെ കോമ്പറ്റീഷനിലെ വിന്നർ ബണ്ണി ഗ്രൂപ്പ്. ബാഡ് ബോയ്സ് അടിപൊളി. ഇങ്ങോട്ട് വരൂ, നിങ്ങളുടെ സമ്മാനം വാങ്ങിക്കൂ. ഏയ് സണ്ണി, ഇന്ന് തന്റെ ബൈക്ക് ഒന്ന് തരാമോ? എനിക്ക് കിറ്റിയെ കൊണ്ട് ഡിന്നറിന് പോവാനാ.